കാര്യം ചോദിക്കാൻ വേറെ ഒന്നും വിചാരിക്കരുത്. ദൈവത്തോട് കടം ചോദിക്കലേ തരികയില്ല. കടം ചോദിക്കാനല്ല, നിങ്ങൾ ഈ ട്രെയിൻ ഉണ്ടായ കാലം തൊട്ട് ഈ ചായ കച്ചവടക്കാര് ചായേ വടേ ചായ ഈ ഒരു ഒറ്റ ടോണിലുള്ള ഈ കച്ചവടം ചെയ്യണത് തന്നെ. അതെന്താ കാര്യം അറിയോ? ഉദാഹരണത്തിന് ഇതാണ് പ്രശ്നം. ഈ ടോണിൽ പറഞ്ഞ ആരെങ്കിലും ചായ വാങ്ങിക്കോ? ഇല്ല. നീ വാങ്ങിച്ചോ? ഇല്ല. ഇതാണ് ഞങ്ങൾ ഒറ്റ ടോണിൽ പറയണത്. ചായേ കാപ്പി വടയ്യ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. സാറേ, അതെ 9 മണിക്ക് ട്രെയിൻ വരും. 10 മണിയാകുമ്പോ നമ്മള് കോടതിയിലെത്തും. കോടതി കൊല്ലത്തേ ഉള്ളൂ. കൊല്ലാൻ മാത്രം വലിയ കേസൊന്നുമില്ല. 10-20 ദിവസം അകത്ത് കിടക്കുന്ന അതിനേ ഉള്ളൂ. ഇതൊക്കെ എന്റെ പൊന്ന് കഴിഞ്ഞാൽ കൊല്ലത്താണ് കോടതി സ്ഥിതി ചെയ്യുന്നതെന്ന്. കൊല്ലത്താണ് കോടതി പോവായിരിക്കും. ഇല്ല, ഞങ്ങൾ 3 പേരും കൂടെ മ്യൂസിയത്ത് പോയിട്ട് അതുവഴി കോളം ബീച്ച് വഴി ഒന്ന് കറങ്ങാൻ പോവുകയാണ്. ആണോ സാറേ? എന്നാ സാറേ കേസ്? കണ്ടറിയാൻ വേണ്ട. അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയേ. പീഡന കേസാ. ഓ, ഈ ആണല്ലോ കോടതി. ഞാൻ ചിലപ്പം ഫാസിലാകും. ഒരു വനിതാ കോൺസ്റ്റബിളേക്കോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചോളൂ. വേറെ ഒന്നും കേട്ടില്ലായിരുന്നു. സാറേ, ഒരു ഗ്ലാസ് ചായ കുടിച്ചാലോ? എന്റെ മഞ്ജുഷേ, നീ ഇതെവിടെ പോകുന്നു? അല്ല, എന്നെ വിളിച്ചു. നീ അങ്ങോട്ട് പോ. ചുമ്മാ മഞ്ജുഷേ, ഇത് എന്നെ തള്ളിക്കൊണ്ട് ഇവിടെ പോകുന്നു. പിന്നെ ഇവിടെ മാറി നിൽക്കാൻ പറഞ്ഞു. നീ എവിടെ മഞ്ജുഷേ, ഈ റെയിൽവേ സ്റ്റേഷനിലെ ചായയും പടയും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. മനസ്സിലായല്ലോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ കോടതി ഹാജരാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് നമുക്ക് അവിടെ ആഹാരമൊക്കെ കഴിച്ച് സെറ്റ് ആവാൻ. എന്ത് മഞ്ജുഷ? പറ്റൂല സാർ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശപ്പുണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, മഞ്ജുക്ക് നല്ല വിശപ്പുണ്ടോ? ഒരാള് വിശന്ന് കരയുമ്പത്തേന് എക്സർസൈസ് ചെയ്യുന്ന ഒരു കിടന്നു. എക്സസൈസ് അല്ല, ഈ പോക്കറ്റ് കേട്ട് ഒരു ചോക്ലേറ്റ് ഇങ്ങ് എടുത്താണ്. ചോക്ലേറ്റ് സാധനം എടുക്കാൻ പറ്റത്തില്ലേ? സാറ് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടാ നടക്കുന്നത്. ഇത് വെറും ചോക്ലേറ്റ് അല്ല. ആ ചോക്ലേറ്റിനകത്ത് മയക്ക് വരുന്നുണ്ട്. അത് ബോധം കെടുത്തിട്ട് ഏതാണ്ടൊക്കെ ചെയ്യാനുള്ള പരിപാടിയല്ലേ? ഒരുവിധം സാറേ, ഈ ചോക്ലേറ്റ് തിന്നാലും എനിക്ക് വിശപ്പടങ്ങൂല. നല്ല വിശപ്പുണ്ട് സാറേ. അതിപ്പോ എന്തോ ചെയ്യും? ഒരു ചായ, ഒരു ചായ. പൈസ ഇല്ല. നേരത്തെ ഒരു വാതിൽ ചവിട്ടപ്പോളം നനങ്ങിയില്ലേ, അതേപോലെ ഒന്ന് പോയാണ്. സാറൊക്കെ ഇത് ലഡു 4 ലഡു ഉണ്ടല്ലോ. 2 ലഡു എടുത്താൽ മതി. മഞ്ജുഷ, മഞ്ജുഷ ഈ ലഡു കഴിച്ചാൽ മഞ്ജുഷയുടെ വിശപ്പും മാറും, പശുവിന്റെ കടിയും തീരും. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. സാറിത് എന്ത് കാണിക്കും സാർ? എന്നെ കോടതി കൊണ്ടുപോകും. സമയം പോകുന്നു. നിന്നെ കോടതി കൊണ്ട് പോവാടേ. പിന്നെ മഞ്ജുഷ, എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഇവന്മാര് പക്കാ ക്രിമിനലുകളാണ്. ഇവിടുത്തൊന്നും സംസാരിക്കാൻ നിൽക്കല് കേട്ടല്ലോ. പിന്നെ ഞങ്ങൾ അത്രയ്ക്ക് വലിയ ക്രിമിനലൊന്നും അല്ല. ഓ പിന്നെ കള്ളനോട്ടടിക്കുന്ന ഭയങ്കര പ്രശംസയേറിയ കാര്യമല്ലേ? പിന്നെ ഇവൻ എങ്ങനെ പൊക്കി? മാഡം, ഞാനും എന്റെ ഒരു പാർട്ണറും കൂടെ ചേർന്നാണ് ഈ പരിപാടി തുടങ്ങിയത്. ഈ വെള്ള പേപ്പറിനകത്താണ് ഈ നോട്ട് അടിക്കുന്നത്. നോട്ടടിച്ച് വന്നപ്പോൾ വെള്ള പേപ്പർ അങ്ങ് തീർന്നു പോയി. പിന്നെ ന്യൂസ് പേപ്പറിനകത്ത് ഞങ്ങൾ അടിച്ചത് ഒരു 500 നോട്ട് കൊണ്ട് കടയിൽ കൊടുത്തു. ഫ്രണ്ടില് ഏതോ സമരത്തിന്റെ ഒരു പടവും, പുറകില് ചരമക്കോളവും. അപ്പൊ തന്നെ പിടിച്ചകത്തിട്ടു. പാർട്ണർ ഒറിജിനൽ നോട്ടായിട്ട് ബോംബയ്ക്ക് പോയി. അപ്പൊ അവൻ ഭയങ്കര ബുദ്ധിമാൻ, നീ ആണ്ട മണ്ടായി, ലോക മണ്ടായി. ഞാൻ ഇരിക്കട്ടെ സാർ. ഇരിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നാണ് സാറേ. ഓ, എനിക്ക് മഞ്ജുഷേ, അല്ല, പിന്നെ വയറ്റിനകത്ത് എന്തോ ഒരു ഇളക്കം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പഴകിയ ലഡു. അത് പഴകിയ ലഡു ഒന്നും അല്ലടാ, അത് ഞെട്ടിപ്പോ കളങ്ങിപ്പോയല്ലോ. അതെ മഞ്ജുഷ, ഞാൻ ഇവിടെ കാര്യം പറയുമ്പോ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അല്ല, ഞാൻ എന്നെ എവിടെ മാറി? നീ എന്നെ വിളിച്ചോണ്ട് പിന്നെ അങ്ങോട്ട് മാറി. മഞ്ജുഷ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനെ നേരെ കോടതി ഹാജരാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്കൊരു റൂം എടുത്ത് മഞ്ജുഷയ്ക്ക് ബാത്റൂമിലൊക്കെ പോയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് വന്നൂടെ? അപ്പൊ പശുമാരായിട്ട് വിത്ത് കളയല്ലേ? ഒരു വിധം ഞാൻ മിണ്ടിപ്പോരുത്. പറ്റൂല സാർ. പിന്നെ പോയിട്ട് മഞ്ജുഷ. എവിടെ പോകുന്നു സാറേ? അയ്യോ, മഞ്ജുഷ ബാത്റൂമിൽ പോയിന്ന്. അത് മഞ്ജുഷയിലല്ലോ, മഞ്ജുവാരൊന്നുമില്ലേ? എനിക്കവള് മഞ്ജുവാര്. എന്താ സാറിന് ഒരു ഇളക്കം? ഞാൻ കൊറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നു. പ്രേമമാണല്ലേ? പ്രേമം മാത്രമല്ല, എനിക്ക് അവളെ കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കാനും വളരെ ആഗ്രഹമുണ്ട്. ഉള്ളത് പറയല്ലോ, നല്ലൊരു പെൺകുട്ടിയാണ്. മാഡം ആരായാലും ഒന്ന് കൊതിച്ചു പോകും. അതിരിക്കട്ടെ, അത് അറിയാവോ അവർക്ക്? അവക്കറിയത്തില്ല.
മാഡത്തിന് അറിയത്തില്ല? അയ്യോ തുറന്ന് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. ഇട തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ലെന്ന് പറയാൻ ഞാൻ ചമ്മി പോവില്ലേ? ഛെ, അത് മനസ്സിലുള്ള കാര്യം തുറന്ന് പറയണമെന്ന്. എനിക്ക് എങ്ങനെ പ്രേമിച്ചിട്ടില്ല മുമ്പല്ലേ? ഒരിക്കലും പ്രേമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പുരുഷനെ സ്ത്രീ ഇഷ്ടപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മളിൽ വേണം. പൊറോട്ട, കിഴങ്ങ്, പൊറോട്ട, മുട്ട. കിഴങ്ങ്, മുട്ട. തെറ്റിക്കാതെ. അതല്ല, ഒരു കലാകാരനാകണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും സാറ് കലാകാരനാണോ? ഓക്കെ, അതിനകത്ത് നമുക്ക് പിടിക്കാം. അല്ല. പിന്നെ ഒന്നും അറിയത്തില്ല. പടം വരയ്ക്കുവോ? പടം അത് മതി, അതിനകത്ത് വീഴും. കൈ വരയ്ക്കും പറ്റത്തില്ല. ഇല്ല. അപ്പൊ ഈ റൊമാൻറ്റിക് ആകാൻ അറിയാമോ? അതെന്തോന്ന്? സാറേ ഞാൻ പറയുന്നേ, അല്ല നീ ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോ? എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു സാറ്. സത്യം ഉണ്ടായിരുന്നു. അതാണ് ഇത്ര പ്രാവീണ്യം നിനക്കിതില്. അപ്പൊ ഞാന് അവള് വരുമ്പോ എന്തോന്നൊക്കെ പറയണ്ടെന്നു. എനിക്കൊന്ന് ആലോചിക്കണം. താനൊരു പ്രതിയാണെന്നോ ഞാനൊരു പോലീസുകാരനാണെന്നുള്ള പരിഗണന വേണ്ട. ഉവ്വ. ഇക്കാര്യത്തിൽ താങ്കളാണ് എന്റെ ഗുരു. എന്നെ ശിഷ്യനായിട്ട് അങ്ങ് സ്വീകരിച്ചാലും എന്റെ ഗുരുവേ. നോക്കട്ടെ നോക്കട്ടെ സാർ, എനിക്കൊന്ന് ആലോചിക്കണം. കിട്ടിയ ഇപ്പൊ മാഡം വരുമല്ലോ. ഈ മാഡം വരുന്ന സമയത്ത് സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. വന്നില്ലെങ്കിൽ ഞാൻ ചമ്മൂലേ. സാറിനോട് ഇഷ്ടമുണ്ടെ തീർച്ചയായിട്ടും വന്നിരിക്കും. ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ. പോലീസുകാരുടെ സ്വഭാവം കാണിക്കാതെ സാറേ. പിന്നെ സ്നേഹത്തോടെ റൊമാൻറ്റിക് മൂഡിൽ വേണം അത് ചോദിക്കാനായിട്ട്. മനസ്സിലായില്ലേ? ഏത് സിനിമ? ഇപ്പൊ സുരേഷ് ഗോപിയുടെ പടം ഉണ്ടല്ലോ. അല്ല മേഡം, അത് പറ കേട്ടോ. പറയാം. സാറേ, ഓ. ഇതെന്തൊരു നാറ്റാ ഈ ബാത്റൂം. ആണോ? യോ, അങ്ങോട്ട് പോവാനൊന്നും പറ്റൂല. ഉഫ്, എന്താ? ചൂല എവിടാ? ആരെങ്കിലും ബക്കറ്റ് ഒന്ന് എവിടെ പോന്നു? എവിടെ പോന്നു? ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ. ഇത്ര ബുദ്ധി ഇല്ലയോ സാറേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റൊമാൻറ്റിക് മൂഡില് സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്ക്. റൊമാൻറ്റിക് എന്തോ റൊമാൻറ്റിക്. നീ ഇതിവിടെ പോകുന്നു. സാറല്ലേ വിളിച്ചോണ്ട് വന്നത്? ഞാൻ ഇത് നഴിച്ചു വെക്ക സാറേ. എന്നിട്ട് നിനക്ക് ഓടിക്കളയാനല്ലേ? നീ പോ, ഞാൻ സംസാരിച്ചോളാം. ഞാൻ ഇത് എന്നെ മറിച്ചോണ്ട് നീ ഇവിടെ പോകുന്നു. സാറല്ലേ മാറി നിൽക്കാൻ പറഞ്ഞു. വേണ്ട, ഞാനും പൊക്കോളാം. എന്താ സാർ? നമ്മക്കേ ഇവനെ കോടതി ഹാജരാക്കിട്ടെ വരുന്ന വഴിക്ക് പാപ്പം കണ്ടാലോ? അയ്യോ, പാപ്പൊക്കെ കൊച്ചുങ്ങൾ കഴിക്കുന്നില്ല, നമ്മൾ കാണണ എന്തിനു സാറേ? പാപ്പം പാപ്പം കൊച്ചുകുട്ടികൾക്കുള്ള പാപ്പം. ഞാൻ കേട്ടോ, ജീവമരണം പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. നടക്കൂലെന്ന് തോന്നുന്നു. കൊച്ചുകുട്ടികളുടെ അവർക്ക് അറിഞ്ഞൂടെന്ന്. സുരേഷ് ഗോപിയുടെ വരവാണ്. ആരുടെ? സുരേഷ് ഗോപിയുടെ. സുരേഷ് ഗോപിയുടെ. എന്ത് പറ്റി? പാപ്പം ഒരു ചായ സാറേ, ഇതൊന്നും അഴിച്ചുവിടും സാറേ. ഇതൊന്നും നടക്കൂല, അവൾ മുമ്പ് നടക്കത്തില്ല. നീ വന്ന് പ്രശംസ പെണ്ണുങ്ങൾക്ക് എത്ര ഇഷ്ടമെന്നറിയാം. അപ്പൊ അതുകൊണ്ട് സാർ പറയേണ്ട കാര്യം, ഇതില് ഈ വസ്ത്രത്തിൽ കാണാൻ എന്ത് രസമാണോന്ന് അറിയാവോ? അപ്പൊ ഓക്കെ ആവൂല്ലേ? ഓക്കെ, ശരി ഗുരു. ഓ താങ്ക് യു. ഞാനല്ലേ പറയുന്നത്. അങ്ങോട്ട് പോയാണ്. ഓക്കെ. മഞ്ജുഷ, സാർ, മഞ്ജുഷ ഈ വസ്ത്രത്തിൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ? ഈ കാക്കി വേഷത്തില് എന്ത് മണ്ടത്തരോ സാറേ പറയുന്നത്? എന്നെ മണ്ടാന്ന് വിളിച്ചതാ. പിന്നെ മണ്ടത്തരം കാണിച്ച മണ്ടാന്ന്. പിന്നെ ഞാൻ പറയാം. ഞാൻ പറയുന്ന ഒരു ഡയലോഗ്, 5 ഡയലോഗ് റൊമാൻറ്റിക് മൂഡിൽ അങ്ങ് തട്ടിയേക്കണം. യെസ്. സുഖ ദുഃഖ സമ്മിശ്ര ജീവിതത്തിന്റെ ഇടനാഴിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പേടിയുണ്ടെങ്കിൽ എന്റെ കുടക്കീഴിൽ കേറും പ്രണയ സഖി. തനിക്കങ്ങ് പ്രേമിച്ചൂടെ? എന്നാലും പണയാൻ അറിയത്തില്ലല്ലേ? പോലീസാന്ന് പറഞ്ഞ് നടക്കുന്നു. ഒന്ന് ശ്രമിച്ചു നോക്ക് സാറേ. സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്തരയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണെങ്കിൽ എന്റെ കൂടെ ഇണയൊരു പ്രിയ സഖി. മഞ്ജുഷേ, സാറേ, സുഖ ദുഃഖ സമ്മിത്രകന്റെ വീട്ടിന്റെ സൈഡിൽ കൂടെ എത്രവട്ടം ഞാൻ പറഞ്ഞു വന്നു. ശരിയാക്ക ആശാനെ. എത്രവട്ടം ഞാൻ പറഞ്ഞു. ശരിയാക്കി പറയാ ആശാനെ. സുഖ ദുഃഖ സമ്മിശ്ര ജീവിതത്തിന്റെ ഇടനാഴിയിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ട്. എന്തോന്ന് കാണിച്ചു? സോറി സാർ. സോറി. അല്ല ഞാൻ പറയാം സാർ. പറ. ഇഷ്ടം പറഞ്ഞ പോരെ? ഓക്കെ. മാഡം, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് മാഡത്തിന് ഭയങ്കര ഇഷ്ടം. അല്ല, സാറിന് മാഡത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. സോറി പെങ്ങളെ. സാറെന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. വീട്ടിൽ വന്ന് അല്ലേ സാറേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. സാറിന്റെ വായിൽ നിന്ന് ഇത് കേൾക്കാൻ ഞാൻ എത്ര നാളോട് കൊതിച്ചിരുന്നോ? എന്റെ പൊന്നു മാഡം, ഉള്ളത് പറയാലോ. നിങ്ങൾ തമ്മിൽ എന്തൊരു ചേർച്ചയാണെന്ന് അറിയാം. 2 പേർക്ക് സർക്കാർ ഉദ്യോഗസ്ഥം, പിന്നെ കല്യാണം കഴിഞ്ഞ പിള്ളേര്, പെൻഷൻ, അങ്ങനെ സുഖമായിട്ട് കഴിയരുതോ? സത്യം പറയാലോ.
കയ്യോ കൊട്ടു കൊടു ആട്ടോട്ട്. സത്യം പറഞ്ഞ ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, ഇതൊരു പൂന്തോട്ടമാണ്. ആ കേൾക്കുന്നത് ട്രെയിനിന്റെ കൂവലല്ല, പിന്നെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സമ്മതം നൽകുന്ന കുയിലമ്മയുടെ നാദമാണത്. അത് നിങ്ങളുടെ ഈ അനുരാഗ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും ഈ ഞാൻ ഒരു പൂമ്പാറ്റയായിട്ട് പറക്കട്ടെ സാർ. പറന്ന് പാറി പറക്കണ്ട പൂമ്പാറ്റേ. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്, പൂമ്പാറ്റയുടെ വലത്തെ ചിറക് ഒടിഞ്ഞിരിക്കുക, ഒന്ന് അഴിച്ചു. ആ ചിറക് ഞാൻ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത് പറത്ത് വിടാം പൂമ്പാറ്റേ. അയ്യോ, ഒന്ന് പാറി പറന്നാ മതി എന്റെ പൂമ്പാറ്റേ. ഭാഗ്യവാനാണ് സാർ. മഞ്ജുഷേ, പോയേ 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 പോയേ. ഒരുവിധം ഒപ്പിച്ച് വന്നപ്പോഴാണ് പോയ വേഗം പോ, അങ്ങോട്ട്. സാറേ ആരെങ്കിലും കാണും. അയ്യോ, ഒരു മിനിറ്റ്. സ്വർഗത്തിലെ കട്ടറും പോവാൻ വേണ്ടിട്ട് എസ് ഐ വിളിക്കുന്നുണ്ടല്ലേ? ആ സാർ, ആ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട് സാറേ. ആ ഞാനും മഞ്ജുഷയുണ്ട്. ഞങ്ങളുടെ ഡ്യൂട്ടി അറിയാമല്ലോ, ഞങ്ങൾ അത്ര സ്ട്രിക്റ്റാണ്. അവനൊരു ചായ മാറ്റി കൊടുത്ത് അവൻ്റെ കയ്യിലുണ്ട്. ആ ഉണ്ട് സാറേ. പിന്നെ നാണ്ട എൻ്റെ കയ്യിൽ അവൻ സുരക്ഷിതനാണ്. അതെ സാർ. ആ 10 മണിക്ക് കോടതി ഹാജരാകും. ഓക്കെ സാർ. മഞ്ജുഷേ. സാറേ ഓ, ഇങ്ങോട്ട് നോക്ക്, അവൻ പൂട്ടും പൊളിച്ച് പോയി. ഈ പൂമ്പാറ്റ എവിടെ പോയത്? ഇനി എന്ത് ചെയ്യും സാറേ? എന്റെ ദൈവമേ, അപ്പൊ എന്റെ ജോലി കട്ടപ്പുറം. പൂമ്പാറ്റേ അല്ല, ട്രെയിനിലും കയറി പോയി വന്നോ. എടാ, ഈ വിലങ്ങിന്റെ തുമ്പത്തൊരുത്തിനെ കെട്ടിയിരുന്നു നാം കണ്ടായിരുന്നു നീ? അതല്ല ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ പോയേ പോയേന്ന്. അപ്പൊ എന്താ ചായ ചായ എന്നല്ലേ പറഞ്ഞത്? അല്ല, അവൻ പോയി. അയ്യോ ദൈവമേ, എന്റെ ജോലി കട്ടപ്പുറത്താവല്ലോ ഈശ്വര. ജോലി പോണെങ്കിൽ പോട്ടെ, അപ്പൊ നിനക്ക് ജോലി ഉണ്ടല്ലോ. നിന്റെ ജോലിയിൽ ഞാനും നീ നമ്മുടെ പിള്ളേർ ഒരുമിച്ച് അങ്ങ് ജീവിക്കും. അപ്പൊ സാറിന്റെ ജോലി പോവോ? പിന്നെ ഒരു പ്രതിയെ തുറന്നു വിട്ടാ പിന്നെ ഒരു പ്രൊമോഷൻ തരും, ജോലിയിലേ പോവുള്ളൂ. അയ്യോ സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്ത്? അതെ, ജോലി ഇല്ലാത്തവരെ കല്യാണം കഴിക്കില്ലെന്നാ അച്ഛനും അമ്മയും പറഞ്ഞത്. അപ്പൊ ഇനി ഞാനെന്തോ ചെയ്യും? സാറേ, സാറിനി ഒന്നും ചെയ്യണ്ട. പിന്നെ PSCയുടെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് മേടിക്കുക, പഠിക്കുക, പരീക്ഷ എഴുതുക, പുതിയ ജോലി മേടിക്കുക. അയ്യോ